മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ്. 5 ഭാഷകളിലാണ് ചിത്രം വരുന്നത്. ഉണ്ണിമൂന്തനെ നായകനാക്കി ഹനീഫ് അദേനി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 5 ഭാഷകളിലായി റിലീസ് ചെയ്തു. മുഖം നിറയെ ചോരപ്പാടുകളുമായി ചോര പിടയുന്ന കത്തിയും വായിൽ തിരികെ നായകനായ മാർക്കോയുടെ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വളരെയധികം ജനശ്രദ്ധ നേടി ഇപ്പോൾ ആളുകൾ നോക്കുകയാണ് ഏതായിരിക്കും ഈ സിനിമയുടെ പ്രത്യേകത എന്താണ് എന്നൊക്കെ. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ്, ഉണ്ണിമൂന്തൻ ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ, ദുഹാൻ സിംഗ്, യുക്തിത രേജ, ദിനേശ് പ്രഭാകർ, മാത്യു വർഗീസ്, അജിത് കോശി തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നുണ്ട്. പ്രശസ്ത നടൻ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു തിലകൻ, ഇഷാൻ ഷൗക്കത്ത് എന്നിവരെ ഈ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഒപ്പം നിരവധി പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിലും അവതരിപ്പിക്കുന്ന മാർക്കോ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ വയലൻസ് ചിത്രമാണ്. ഇന്ത്യൻ സ്ക്രീനിലെ ഏറെ ഹരമായ രവി ബസ്രൂർ സംഗീതം പകരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് ആണ്. കലാസംവിധാനം സുനിൽ ദാസ് ആണ്. മേക്കപ്പ് സുധി സുരേന്ദ്രനാണ്. കോസ്റ്റ്യൂംസ് ധന്യ ബാലകൃഷ്ണനാണ്. സ്റ്റിൽസ് നന്ദഗോപാലകൃഷ്ണ എന്നിവരൊക്കെയാണ് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ണിമൂന്തൻ വരുമ്പോൾ മുൻപിറങ്ങിയ 2 സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുവർ ഹിറ്റായ സിനിമകളാണ്. ഇപ്പോ അവസാനം ഇറങ്ങിയ മലയാള ചിത്രം അദ്ദേഹത്തിന്റെ ജയ് ഗണേഷ് എന്ന ചിത്രം ഗംഭീര അഭിപ്രായമാണ് OTT-യിൽ വന്നപ്പോൾ പലരും പറയുന്നത്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഇറങ്ങിയ മറ്റു 2 സിനിമകൾ വമ്പൻ ഹിറ്റായപ്പോൾ ഈ സിനിമ വിജയിക്കില്ല അല്ലെങ്കിൽ ഇതത്ര നല്ലതാവില്ല എന്ന് വിചാരിച്ച് ഒരുപാട് പേർക്ക് ഈ സിനിമയുടെ തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ഒരു ഭാഗ്യം നിഷേധിക്കപ്പെട്ടു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ വിചാരിച്ചു ഈ 2 സിനിമകൾ കണ്ടു ഇതത്ര നന്നാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ OTT-യിൽ ഇറങ്ങിയപ്പോഴാണ് അത് കാണാത്തതിന്റെ സങ്കടം അവർക്ക് വന്നത്. അപ്പൊ ആ ഒരു വിഷമം ഈ സിനിമയിലൂടെ തീർക്കാം. അതിനു മുമ്പ് മറ്റൊരു സിനിമ കൂടി പറയാനുണ്ട്. തമിഴിൽ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഗരുഡൻ ഗംഭീര ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലും മലയാളത്തിലും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വരികയാണ് സിനിമ. അപ്പോൾ നല്ല നല്ല സിനിമകളുമായിട്ടാണ് ഇപ്പോൾ ഉണ്ണിമൂന്തൻ വന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച സെലക്ഷൻ ആണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. അപ്പോ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം സിനിമ എങ്ങനെയുണ്ടാവുമെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്.